നല്ലതാണെന്നുണ്ട്. പിന്നെ പിന്നെ ഒരു ആള് പറഞ്ഞല്ലോ, ആരായിരുന്നു, അബ്ദുൾ ഖബാൻ പൂച്ചയ്ക്ക് ഇരുട്ടിന്നുള്ള അയ്യൂബാണ് നേരത്തെ സംസാരിച്ചത്. പൂച്ചയ്ക്കും എന്റെ പ്രൊഫഷൻ എടുത്ത് പുള്ളി പറഞ്ഞു. ആണ് സന്തോഷം. അത് ഞാൻ നേരത്തെ തന്നെ അത് പരീക്ഷിച്ച. അതായത് നമ്മുടെ ഒരു പട്ടിയെ ഞാൻ ഒരു ദിവസം നോക്കാനായിട്ട് പോയി. അപ്പൊ അവര് ഈ ബയോടെറിയം യൂസ് ചെയ്യുന്ന ആ വ്യക്തിയാ. അപ്പൊ ഈ പട്ടി തളർന്ന് വല്ലാതെ ഇങ്ങനെ കിടക്കുക. രാവിലെ അതിനെ ട്രിപ്പ് കൊടുക്കണം, അതിനെ എണ്ണിപ്പിക്കണം എന്നും പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നോണ്ട്, രമേന്നാ അവരുടെ പേര്, ഞാൻ അവിടെ ചെന്നോണ്ട് നിങ്ങളുടെ വീട്ടിലെ ഇന്ത്യ ബയോമാഗ്നറ്റിക് വാട്ടർ എന്തെയും ചോദിച്ചു. അത് ഇവിടെ ഉണ്ട് സാർ എന്ന്. അതിന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അതിന്റെ മുഖത്തും ഒരു കുപ്പി വെള്ളം അതിന്റെ മുഖത്തും ദേഹത്തും ഒക്കെ തെളിച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു 5 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് കഴിക്കുന്ന ഈ പട്ടി എണ്ണിച്ചൊരു ഒറ്റ ഓട്ടം. മനസ്സിലായില്ലേ? അപ്പൊ അത് ഭയങ്കര എഫക്റ്റീവാ. അപ്പൊ തളർന്ന് കിടക്കുന്നതിനെയൊക്കെ മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഏറ്റവും നമ്മുടെ ബയോമാഗ്നറ്റിക് വാട്ടർ ഒരു മിറക്കിൾ വാട്ടറാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പ്ലാന്റ്സിനും എല്ലാം ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേച്ചർ കൊടുത്തിരിക്കുന്ന ഒരു തെറാപ്പിയാണ്. ഈ ലോകത്ത് മാഗ്നറ്റിസം അല്ലെങ്കിൽ എങ്ങനെ വൃക്ഷങ്ങൾ വളരാൻ പറ്റില്ല. അതിന് ശക്തി വേണമെങ്കിൽ മാഗ്നറ്റ് വേണം. നമ്മുടെ ഈ പവർ ശരീരത്തിൽ കാണിക്കുന്ന ഈ പവർ ഭൂമിയുടെ അടിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ പ്ലാന്റ്സിന് ഈ ശക്തി ഉള്ളത്. എന്നാൽ അതേ ഒരു പ്ലാന്റ് ചട്ടിക്കകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ശക്തി കാണുമോ? അപ്പൊ തീർച്ചയായിട്ടും പ്രകൃതിയുടെ എനർജി ഭൂമിയിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്നുണ്ട്. പ്രകൃതിയുടെ വരദാനങ്ങളായ മഞ്ഞും മഴയും വെയിലും ഇല്ലേ? നമ്മളൊരു കാർപോർച്ചിന്റെ അകത്ത് ഒരു ചെടി എടുത്ത് വെച്ചാല്, അല്ലെ വെളിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് വെളിയിൽ വെക്കുന്ന മഞ്ഞും മഴയും കിട്ടും, സൂര്യപ്രകാശവും കിട്ടും. അപ്പൊ അതിന് പക്ഷെ മാഗ്നറ്റിസം കുറവായിരിക്കും. ഭൂമിയിൽ നിൽക്കുന്ന ഇതുണ്ടല്ലോ, പ്ലാന്റ്സിനും വൃക്ഷങ്ങൾക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവത്തിന്റെ സൃഷ്ടിയിലെ എല്ലാ വരദാനങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടാ പ്ലാന്റ്സ് ഒക്കെ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്നത്. അതുപോലെ